നമസ്കാരം. ടൈം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കേട്ടുവരികയാണ് അല്ലേ, പണ്ട് തൊട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ നിയമം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളും സംരക്ഷണങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന്, ഒരു സർക്കാർ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ രസീത് വാങ്ങാനുള്ള അവകാശം മുതൽ സമയബന്ധിതമായി സർക്കാർ സേവനം ലഭിക്കാനുള്ള അവകാശം, സൗജന്യ നിയമസഹായം അതിനുള്ള അവകാശം, ലോക് അദാലത്ത്, കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം തുടങ്ങി ഓരോ സാധാരണ പൗരനും അറിയേണ്ട നിരവധി നിയമപരമായ അവകാശങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ പറയട്ടെ, നമ്മിൽ പലർക്കും നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ധാരണയില്ല എന്നതാണ് സത്യം. ടൈം മീഡിയ ഒരു 10 എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. ഈ 10 എപ്പിസോഡുകളുടെ പരമ്പരയിൽ പ്രത്യേക പരമ്പരയാണിത്. കേരളത്തിലെ ഓരോ പൗരനും അറിയേണ്ട പ്രധാനപ്പെട്ട നിയമ പരിരക്ഷകളും അവകാശങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളോടെ നമുക്ക് മനസ്സിലാക്കാം. മുൻപ് ടൈം മീഡിയ പുറത്തിറക്കിയിട്ടുള്ള സകല വീഡിയോകൾക്കും നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ട് ഈ പരമ്പരയിലെ ഒരു എപ്പിസോഡും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ആദ്യ എപ്പിസോഡ്, ഇന്നത്തെ വിഷയം നഷ്ടപരിഹാരം എന്ന വിഷയമാണ്. നഷ്ടപരിഹാരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ അതിക്രമമോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? പ്രതിയെ പോലീസിന് പിടികൂടാൻ പറ്റിയോ? അയാൾക്ക് ശിക്ഷ കിട്ടുമോ എന്നൊക്കെയല്ലേ. പക്ഷേ ആ കുറ്റകൃത്യം കാരണം ജീവനോ ആരോഗ്യത്തിനോ വലിയ ആഘാതം സംഭവിച്ച അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നുപോയ ആ ഇരയെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട്? ഒരു കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിക്ക് കേവലം നീതി മാത്രമല്ല, ജീവിക്കാനുള്ള സാമ്പത്തിക സഹായവും പുനരധിവാസവും ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇതിനെയാണ് വിക്ടിം കോമ്പൻസേഷൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഇത് ഒരാൾക്ക് എങ്ങനെ ലഭിക്കും? ആർക്കൊക്കെ ഇത് ലഭിക്കാനുള്ള അർഹതയുണ്ട്? നമുക്കതൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാം. ഞാനൊരു ചെറിയ സംഭവം പറയട്ടെ. നമ്മുടെ നാട്ടുകാരനായ രാഘവേട്ടൻ ഒരു സാധാരണ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ആളാണ് രാഘവേട്ടൻ. ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ചില അക്രമികൾ രാഘവേട്ടനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന പണവും മറ്റ് സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കവരുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ രാഘവേട്ടനെ മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ജോലിക്കും പോകാൻ പറ്റിയിട്ടില്ല. കേസ് പോലീസിലൊക്കെ എത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തു. പക്ഷേ രാഘവേട്ടന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? കയ്യിലെ സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായിട്ട് കൊടുത്തു തീർത്തു. ഇപ്പോൾ കടത്തിലായി. വീട്ടുചെലവുകൾക്ക് തീരെ പണമില്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെയാണ് പലരും അറിയാതെ പോകുന്ന നിയമപരമായ ഒരു കവചം രാഘവേട്ടന്റെ രക്ഷയ്ക്കെത്തുന്നത്. ഇതുപോലുള്ള രാഘവേട്ടന്മാരെ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരവും സഹായവും ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യത്ത് വിക്ടിം കോമ്പൻസേഷൻ സ്കീം എന്നൊരു വ്യവസ്ഥയുണ്ട്. ഓർത്തിരിക്കണം, വിക്ടിം കോമ്പൻസേഷൻ സ്കീം. ഒരു കാര്യം ആദ്യം വ്യക്തമാക്കട്ടെ. ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് പ്രതി നേരിട്ട് നൽകുന്ന പണമൊന്നുമല്ല കേട്ടോ. നിയമപ്രകാരമുള്ള അർഹതയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരമാണ് ഇരയായ ആൾക്ക് ഈ സഹായം ലഭിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023 വ്യവസ്ഥകൾ പ്രകാരവും സംസ്ഥാന വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരവും ഈ സഹായം നൽകപ്പെടും. കേരള സർക്കാർ പ്രഖ്യാപിച്ച വിക്ടിം കോമ്പൻസേഷൻ സ്കീം കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളുടെയും മുഖേനയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള സഹായം ലഭിക്കുന്നത് എന്ന് പറയാം. 1. അതിക്രമം കാരണം കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരുക്കേൽക്കുകയോ ചെയ്തവർ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർ, അവർക്കിത് ലഭിക്കും. 2. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർ, അത് സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ, അവർക്കിത് ലഭിക്കും. 3. ആസിഡ് ആക്രമണത്തിന് ഇരയായവർ, അത് നമ്മൾ ഒത്തിരി വാർത്തകൾ അങ്ങനെ കേൾക്കാറുണ്ടല്ലേ. 4. മനുഷ്യക്കടത്ത്, ഗാർഹിക പീഡനം, ഈ നിയമപ്രകാരം അർഹതയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ഇരയായ മറ്റു വ്യക്തികൾ. 5. പ്രതിയെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലോ പ്രതിക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത സാഹചര്യങ്ങളിലോ പോലും ഇരയ്ക്ക് സർക്കാരിൽ നിന്ന് ഈ നഷ്ടപരിഹാരം ലഭിക്കും. ഇനി പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിലും പ്രതി വിചാരണയിൽ കുറ്റവിമുക്തനായാലും എല്ലാ സാഹചര്യങ്ങളിലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പില്ല. എന്നാൽ നിയമപരമായ അർഹതയും ബന്ധപ്പെട്ട അധികാരികളുടെ വിലയിരുത്തലും അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം അനുവദിക്കാവുന്നതാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, പ്രതി ശിക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനം സംഭവിച്ച നാശനഷ്ടത്തിനിരയായ വ്യക്തിക്ക് ആശ്വാസം നൽകുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം.
അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഇതായിരിക്കും, അങ്ങനെയാണെങ്കിൽ എത്രമാത്രം തുക കിട്ടാൻ സാധ്യതയുണ്ട്? ഈ ഇരയ്ക്ക് എങ്ങനെയാണ് പുനരധിവാസം ലഭിക്കുക? അതേപ്പറ്റി പറയാം. കേസുകളുടെ സ്വഭാവം അനുസരിച്ച് വെവ്വേറെ തുകകളാണ് നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായി ഒരു വലിയ തുക താൽക്കാലികമായും അല്ലാതെയും നൽകപ്പെടുന്നുണ്ട്. പോക്സോ കേസുകളിലെ കുട്ടികൾക്കും ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകൾക്കും നിർദ്ദിഷ്ട തുകകൾ അനുവദിക്കാറുണ്ട്. ഇനി മരണം സംഭവിച്ചാലോ? ആശ്രിതർക്ക് നിശ്ചിത സാമ്പത്തിക സഹായം ലഭിക്കും. ഇത് വെറും ഒരു ധനസഹായം, പണം നൽകൽ മാത്രമല്ല, പുനരധിവാസം, റീഹാബിലിറ്റേഷൻ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇരയായ വ്യക്തിക്ക് സൗജന്യ നിയമസഹായം, അടിയന്തര വൈദ്യസഹായം, കൗൺസിലിംഗ്, സുരക്ഷിതമായ താമസം എന്നിവ ഉറപ്പാക്കാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അത് പറയാം. നിങ്ങളുടെ ജില്ലയിലെ DLSI, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിലോ താലൂക്ക് തലത്തിലുള്ള TLSC, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസിലോ ആണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. ഇവ സാധാരണയായി ജില്ലാ താലൂക്ക് കോടതികളുടെ വളപ്പിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപേക്ഷ ലഭിച്ചാൽ അതോറിറ്റി അന്വേഷണം നടത്തി അർഹത പരിശോധിച്ച് നഷ്ടപരിഹാര തുക അനുവദിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ററിം കോമ്പൻസേഷൻ, താൽക്കാലിക ആശ്വാസധനമായി ഉടനടി ചെറിയൊരു തുക അനുവദിക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കേസിന്റെ സ്വഭാവം, പരിക്കിന്റെ ഗുരുതരാവസ്ഥ, ചികിത്സാ ചെലവ്, വരുമാന നഷ്ടം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ തുക നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ഭയന്ന് ഒളിച്ചിരിക്കാനോ സാമ്പത്തികമായി തകർന്ന് നിരാശരാവുകയോ ചെയ്യരുത്. നിയമം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ സൗജന്യ നിയമസഹായ കേന്ദ്രങ്ങളും ലീഗൽ സർവീസ് അതോറിറ്റിയും സജ്ജമാണ്. നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കോടതി വളപ്പിലെ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ദേശീയ നിയമസഹായ ഹെൽപ്പ് ലൈൻ പറയാം 15100. ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നത് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളും അധികാരികളുടെ പരിശോധനയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അത് ഓർമ്മയിലിരിക്കണം. ഈ അവകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളുടെ ടൈം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം ഒരു പ്രധാന നിയമപരമായ അവകാശവുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.